iPhone 16 ലോഞ്ച് ആവാൻ പോകണം. അതിന് മുമ്പ് iPhone 15 ആൻഡ് 16ന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. നമ്പർ 1 സ്ക്രീൻ സൈസ്. iPhone 15 Pro 6.1 ഇഞ്ചസ്, iPhone 16 Pro 6.3 ഇഞ്ചസ്. അതുകൊണ്ട് അതിൻ്റെ സ്ക്രീൻ സൈസ് വലുതാവില്ല, അതിൻ്റെ ബിസിൽസ് തിന്നാവും. അതേപോലെ iPhone 15 Pro Maxിൻ്റെ സ്ക്രീൻ സൈസ് 6.7 ഇഞ്ചസ്, iPhone 16 Pro Maxിൻ്റെ സ്ക്രീൻ സൈസ് 6.9 ഇഞ്ചസ്. ഇതിന് മുമ്പ് വന്നിട്ടുള്ള മോഡൽസ് 13, 14, 15 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്യാമറ ഡയഗണലാണ്. iPhone 16 ക്യാമറ ഹൊറിസോണ്ടലാണ്. ബട്ട് നൗ ദ ക്യാമറ സപ്പോർട്ട് സ്പെഷ്യൽ വീഡിയോ. നിങ്ങൾക്ക് ആപ്പിൾ വിഷൻ പ്രോ വെച്ചിട്ട് വീഡിയോസ് കാണാൻ പറ്റും. ഇപ്പോഴുള്ള ഫോൺസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൈഡിലൊരു ആക്ഷൻ ബട്ടൺ. അത് ഇപ്പോഴും ഉണ്ടാവും. അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് കപ്പാസിറ്റീവ് ടച്ച് ബട്ടൺ ഉണ്ടാവും. ഇതുകൊണ്ട് പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യാൻ പറ്റും, സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യാൻ പറ്റും, വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, മൊബൈലിൻ്റെ ക്യാമറ ആപ്പ് കൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് പേജ് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ക്യാമറ 48 മെഗാ പിക്സൽ, ഓബ്വിയസ്ലി കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യും, പിന്നെ ബെറ്റർ പിക്ചർ ക്വാളിറ്റി ഉണ്ടാവും. ഈ പ്രാവശ്യത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ A17 ചിപ്പിന് പകരം A18 ചിപ്പാണ് വരാൻ പോകുന്നത്. ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ്, ആദ്യം പ്രോ മോഡൽസിൽ മാത്രമായിരുന്നു, ഇപ്പോൾ എല്ലാ മോഡൽസിലും ഉണ്ടാവും. ദാറ്റ്സ് ബിക്കോസ് ഇപ്രാവശ്യം ആപ്പിൾ ഇന്റലിജൻസിന്റെ സപ്പോർട്ട് അവർ എല്ലാ ഐഫോൺസിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആപ്പിൾ ഐഫോണിന്റെ എല്ലാ മോഡൽസ് പ്രോ ആൻഡ് നോൺ പ്രോയിൽ A18ന്റെ ചിപ്പ് ഉണ്ടാവും. മൈക്രോഫോണിൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്, ബിക്കോസ് സിരിക്ക് നിങ്ങളുടെ വോയിസ് ക്ലിയർ ആയിരിക്കണം. അതല്ലാതെ നിങ്ങളുടെ നോർമൽ കോൾസിൽ നിങ്ങളുടെ വോയിസ് ക്ലാരിറ്റി ഇംപ്രൂവ് ആയിരിക്കും. Now they are working on graphene thermal system because AI-ന് കുറേ പവർ വേണം. ഫോൺ ചൂടാവാണ്ടിരിക്കാൻ വേണ്ടി now they have a solution. ഫൈനലി RAM 6GB നിന്ന് 8GB ആവാൻ പോവാണ്. ഇനി നിങ്ങൾ ഐഫോൺ അപ്ഗ്രേഡ് ചെയ്യുമോ ഇല്ലോ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഫോളോ ഫോർ മോർ സച്ച്.